നോവോടുകൂടെ വേദനയോടുകൂടെ പല കാര്യങ്ങളും ഉപേക്ഷിച്ച് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ആഴമായി ധ്യാനിക്കാൻ ജീവിതാനുഭവമാക്കി മാറ്റാൻ ഒരുങ്ങി വിശുദ്ധ ദ്വാരത്തിലൂടെ നടന്നു നീങ്ങി ഈശോയുടെ പീഡാസഹനത്തെയും മരണത്തെയും അവസാനം ഉത്ഥാനത്തിൻ്റെ മഹനീയതയും ധ്യാനിച്ച് കൃപ സ്വന്തമാക്കിയ നമ്മൾ ഓരോരുത്തരും വീണ്ടും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ആയിരിക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം ജെറമിയ ഇറൈവാക്കിനോ 17-ാമത് അധികാരം 14-ാമത് ഇറൈവാർത്തേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനം. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അന്ന് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് സൗഖ്യമരുളാതിരുന്നാൽ നമുക്ക് പൂർണ്ണമായ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. കർത്താവ് സുഖപ്പെടുത്തിയാൽ അത് സൗഖ്യത്തിൻ്റെ പൂർണ്ണതയായി മാറും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ഈ ലോകത്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് പല രക്ഷപ്പെടലുകളും നടത്താൻ പറ്റും. എന്നാൽ ഒരു രക്ഷപ്പെടൽ മറ്റൊരു വീഴ്ചയിലേക്കുള്ള വഴിയായി മാറിയാൽ നമ്മുടെ രക്ഷപ്പെടലുകൾ കൊണ്ട് അർത്ഥമില്ലാതായി പോകും. എന്നാൽ ദൈവമായ കർത്താവ് നമ്മളെ രക്ഷപ്പെടുത്തിയാൽ അപ്പോൾ ഞാൻ രക്ഷപ്പെടും എന്ന് ജെറമിയ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അന്ന് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ സൗഖ്യം നൽകുന്നതും രക്ഷപ്പെടുത്തുന്നതും ദൈവമായ കർത്താവാണ്, വേറെ ആരുമല്ല എന്ന് ജെറമിയ പ്രവാചകൻ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ജനത്തെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രത്യാശ ദൈവമായ കർത്താവാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഒന്നിനും നമ്മളെ സുഖപ്പെടുത്താനോ രക്ഷപ്പെടുത്താനോ സാധിക്കുകയില്ല. എന്നാൽ ദൈവമായ കർത്താവിന് നമ്മളെ സുഖപ്പെടുത്താനായിട്ടും രക്ഷപ്പെടുത്താനായിട്ടും സാധിക്കും. ഒരു അറിയപ്പെടുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ
ഈ ബോധ്യത്തിൽ നിന്നായിരിക്കും അദ്ദേഹം ഈ വാക്ക് എഴുതി വെച്ചത്. ഞാൻ മരുന്ന് തരുന്നു, ദൈവമായ കർത്താവ്, അല്ലെങ്കിൽ ദൈവം സൗഖ്യം വരുന്നു എന്ന്. സ്നേഹമുള്ളവരെ, പല രക്ഷപ്പെടലുകളും പലതിനെയും അല്ലെങ്കിൽ പലരെയും നമ്മൾ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടായിരിക്കും എന്നത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു നശ്വരമായ ചിന്തയാണ്. എന്നാൽ ദൈവം നമ്മളെ ആഴമായിട്ട് പഠിപ്പിക്കുകയാണ്. നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നീ ദൈവത്തിന്റെ അടുത്തേക്ക് വരണം, ഈശോയുടെ അടുത്തേക്ക് വരണം. നീ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം സ്വന്തമാക്കണമെങ്കിൽ, സൗഖ്യാനുഭവം സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ഈശോയുടെ അടുത്തേക്ക് വരണം. ആ ഈശോ നിന്നെ സുഖപ്പെടുത്തും. ആ ഈശോ നിനക്ക് രക്ഷയുടെ കൃപയുടെ വഴി തുറന്നു തരും. ഉദ്ധിതനായ മിശിഹായെ കുറിച്ച് ഉദ്ധാന തിരുനാളിൽ നമ്മൾ ധ്യാനിച്ചു. ഈശോ ചോദിച്ച ഒരേ ഒരു ചോദ്യം, ആദ്യത്തെ ഈശോയുടെ പ്രതികരണം, ഉദ്ധിതന്റെ പ്രതികരണം ഇതായിരുന്നു: നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? രണ്ടാമത്തേത്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അതെല്ലാം ചോദിച്ചതാണ്. നീ എന്തിനാണ് കരയുന്നത്? രണ്ടാമതായിട്ട്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? സ്നേഹമുള്ളവരെ, ആത്യന്തികമായി ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഇറക്കി വയ്ക്കുന്ന സമയത്ത് ദൈവമായ കർത്താവ് പേഴ്സൺ ടു പേഴ്സൺ നമ്മളോട് ചോദിക്കും: മോനെ, മോളെ, നീ എന്തിനാ കരയുന്നത്? അപ്പോൾ ഒരു വലിയ ആത്മബന്ധത്തോടെ ഈശോയോട് നമുക്ക് പറയാൻ സാധിക്കണം: ഈശോയെ, എന്റെ കണ്ണുനീരിന്റെ കാരണം ഇതാണ്, എന്റെ കണ്ണുനീരിന്റെ കാരണം ഇതാണ്, എന്റെ കണ്ണു നിറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണ്. സ്നേഹമുള്ളവരെ, 100% ഉറപ്പോടുകൂടെ എനിക്ക് പറയാൻ പറ്റും, നീ ആത്മാർത്ഥതയോടെ നിന്റെ ഹൃദയബന്ധങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ കണ്ണുനീരോടെ നീ തുറന്നു വെച്ചാൽ നിന്റെ വാക്കിനും നിന്റെ ചോദ്യങ്ങൾക്കും നിന്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു യാഥാർത്ഥ്യമാണ്. നിന്റെ കണ്ണുനീര് അവൻ തുടച്ചു മാറ്റും. നിന്റെ വേദനകൾക്ക് അവിടുന്ന് ഉത്തരവുണ്ട്. നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ ദൈവമായ കർത്താവ് എടുത്തു മാറ്റും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവചനം. ജെറമിയ 17:22. സാപത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുവട് കൊണ്ടുപോകരുത്, ജോലി ചെയ്യുകയും അരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാപത്ത് ദിവസം ശുദ്ധമായി ആചരിക്കണം. അത് കൽപ്പനയിൽ ഒരു കൽപ്പനയുണ്ട്: കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. അപ്പോൾ ഞായറാഴ്ച ദിവസം, കർത്താവിന്റെ ദിവസം, അത് ഞായറാഴ്ച ദിവസം നമ്മൾ എത്രത്തോളം വിശുദ്ധമായി ആചരിക്കുന്നുണ്ട്? ദേവാലയത്തിൽ വരാൻ, ദൈവത്തെ സ്തുതിക്കാൻ, കൃപ സ്വന്തമാക്കാൻ, കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലിൽ വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയ സമയത്ത് ഒരു സാപത്ത് ദിവസം അവിടെ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. യഹൂദരുടെ ഒരു വീടും തുറക്കപ്പെട്ടിട്ടില്ല. അതിന്റെ വാതിലുകളും ജനലുകളും എല്ലാം ഒട്ടിയടച്ച് അവര് ഉള്ളറകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, തമ്പുരാന് നന്ദി പറയുന്നു. ആ ഒരു ദിവസം മുഴുവൻ അവര് പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോ ചോദിക്കുന്നുണ്ട്, ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്നോട് കൂടെ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ എന്ന്. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ മോഹനവാക്കൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാൽ സ്നേഹമുള്ളവരെ, ത്യാഗമെടുത്ത് ദൈവസന്നിധിയിൽ അല്പസമയമെങ്കിലും ഇരിക്കാനായി നീ ആ ഒരു വേദനയെ ഏറ്റെടുത്ത, നിന്റെ ഒരു അലസതയെ എടുത്തു മാറ്റി ദൈവസന്നിധിയിൽ ഇരിക്കാൻ നിനക്ക് ഇഷ്ടം തോന്നിയ ആ നിമിഷം തൊട്ട് ദൈവം നിന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നത് ഒരു വലിയ ദൈവാനുഭവമായി മാറും. ആ നിമിഷം തൊട്ട് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് വലിയ കൃപയുടെ അനുഗ്രഹമായി മാറും. വീണ്ടും ജെറമിയ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം. ജെറമിയ 20:13. കർത്താവിന്റെ കീർത്തനം പാടുകയും അവിടുത്തെ സ്തുതിക്കുകയും
സ്തുതിച്ചു. എന്തിനാ ദൈവത്തെ സ്തുതിക്കേണ്ടത്? എന്തിനാ ദൈവത്തെ സ്തുതിക്കേണ്ടത്? നിന്റെ ജീവിതത്തിൽ നിന്നെ ദുഷ്ടരുടെ കൈകളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ച് ഓർത്ത് തമ്പുരാന് നന്ദി പറയണം. നിന്റെ വ്യക്തി ജീവിതത്തിൽ പല പ്രതിബന്ധങ്ങളും പല പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള പലതിനെയും ദൈവമായ കർത്താവ് വെട്ടിമാറ്റുന്നത് നിനക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പലപ്പോഴും ചിലരെയൊക്കെ ദൈവമായ കർത്താവ് മുറിച്ചു മാറ്റും. അത് പലപ്പോഴും നിന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നീ കാരണമായിരിക്കില്ല, നീ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കില്ല, നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുകൊണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നിന്നെ തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ അനുവദിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും ദൈവമായ കർത്താവ് അല്പം അകലം പാലിച്ച് മുറിച്ചു മാറ്റി നിർത്തും. അത് നിനക്ക് ചിലപ്പോൾ വേദന ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ ഒത്തിരിയേറെ സ്നേഹിച്ച വ്യക്തിയാണല്ലോ, ഞാൻ ഒത്തിരിയേറെ ആത്മാർത്ഥതയോടുകൂടെ സഹായിച്ച വ്യക്തിയാണല്ലോ, ഞാൻ ഒത്തിരിയേറെ എന്നെ പരിഗണിക്കുന്ന ചിന്തയോടുകൂടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്റെ സമയവും എന്റെ ആരോഗ്യവും ഞാൻ ഒത്തിരി കളഞ്ഞതാണല്ലോ, എന്നിട്ട് എന്നോട് ഇത് ചെയ്തല്ലോ. നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും ഒരു ആത്മവേദനയാണ്, ഹൃദയവേദനയാണ്. ദൈവമേ, ഇത്രയെല്ലാം ഉപകാരം ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ തിരിച്ചെന്നോട് പ്രവർത്തിച്ചത്. സ്നേഹമുള്ളവരെ, അവര് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിന്റെ രക്ഷ അവിടെ തുടങ്ങുകയാണ്. നിന്നെ സ്തുതി പാടുന്നവരല്ല, നിന്നെ പുകഴ്ത്തുന്നവരല്ല നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ട് തരുന്നത് എന്ന് നീ ബോധ്യപ്പെട്ട് മനസ്സിലാക്കിക്കൊണ്ടോ? നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ട് തരുന്നത് നിന്നെ തെരുവിളിക്കുന്നവരും നിനക്കെതിരെ നിൽക്കുന്നവരും നിനക്ക് വേദന സമ്മാനിക്കുന്നവരുമാ എന്ന് തിരിച്ചറിയണം. അവര് നിന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം ദൈവമായ കർത്താവ് നിന്നെ അവരുടെ മുമ്പിൽ ഉയർത്തി നിർത്തും. അവര് നീ എത്രത്തോളം പരിഹാസപാത്രമാകണമെന്ന് അവരാഗ്രഹിച്ച് നിനക്കെതിരെ ദൂഷണം പറഞ്ഞു നടക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ദൈവമായ കർത്താവ് നിന്നെ കരം പിടിച്ച് ഉയർത്തി നിർത്തും. അവര് നിന്റെ മുമ്പിൽ വന്ന് തലകുനിച്ച് നിൽക്കുന്നത് നീ കാണും. അപ്പോൾ ദൈവമായ കർത്താവ് ദുഷ്ടരുടെ കയ്യിൽ നിന്ന് നിന്നെ കാത്തു സംരക്ഷിക്കും. നിന്റെ ജീവനെ കാത്തു സംരക്ഷിക്കുന്ന ദുഷ്ടരുടെ കയ്യിൽ നിന്ന് നിന്നെ കാത്തു സംരക്ഷിക്കുന്ന ദൈവമായ കർത്താവിന്റെ പരിപാലനയുടെ അനുഭവം നീ സ്വന്തമാക്കും. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം. ജെറമ്യാ 22:3. കർത്താവ് അരുളിച്ചെയ്യുന്നു, നീതിയും ന്യായവും നിർവഹിക്കുക, കൊള്ളയടിക്കപ്പെട്ടവനെ ആക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക, പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത്. ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴ്ത്തുകയുമരുത്. ഈശോയിൽ വിശ്വാസം അർപ്പിക്കുന്ന, ദൈവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവമക്കളായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, നീതിയും ന്യായവും നിർവഹിക്കുക. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നീതി എന്താണ് എന്ന് തത്വചിന്തകന്മാർ പഠിപ്പിക്കുന്നത് അർഹിക്കുന്നവന് അർഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി. എന്നാൽ അർഹിക്കുന്നവന് അർഹതപ്പെട്ടത് കൊടുക്കുന്നതും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളിൽ തലയിടാതിരിക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നീതി എന്ന് തത്വചിന്തകന്മാർ പഠിപ്പിക്കും. അപ്പോൾ നീതിയും ന്യായവും നിർവഹിക്കുക. മുഖം നോക്കിയോ അല്ലെങ്കിൽ പേരും പ്രശസ്തിയും നോക്കിയോ അവരിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് എന്ത് ലഭിക്കുമെന്ന ചിന്തയോടുകൂടെയോ നീ നീതിയും ന്യായത്തെയും വളച്ചൊടിക്കരുത്. എന്ത് ചെയ്യണം? നീതിയും ന്യായവും നിർവഹിക്കുക. അക്രമിയുടെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത്. ഈ സ്ഥലത്ത്
നിരപരാധന്റെ രക്തം വീഴരുത്. സ്നേഹമുള്ളവരെ, നമ്മൾ ആരെയും കൊല്ലുന്നില്ല, നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നില്ല, ഒന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കൊല്ലാൻ പറ്റും. വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കൊല്ലാനായിട്ട് പറ്റും. എങ്ങനെ പറ്റും? അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കേട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ വ്യക്തി നമ്മൾ ആരെ കുറിച്ച് പറയുന്നു, ആ വ്യക്തി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ 10 പേർ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അടുത്തൊരാളിലേക്ക്, വീണ്ടും അടുത്തൊരാളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവസാനം എന്ത് സംഭവിക്കും? ഒന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ പറയൂ, ഒന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ പറയൂ. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു സത്യമുണ്ട്. തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. ഇപ്പൊ നമ്മളെ കുറിച്ച്, ഇപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ കുറിച്ച് ഒരാള് നിങ്ങളോട് ആരോടെങ്കിലും വന്ന് ഒരു ഇല്ലാത്തൊരു കാര്യം പറഞ്ഞെന്ന് വിചാരിക്കുക, എന്നെ കുറിച്ച് പറഞ്ഞെന്ന് വിചാരിക്കുക, റിയാലിറ്റിനെ കുറിച്ച് പറഞ്ഞെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനെ കുറിച്ച് യാതൊന്നും അന്വേഷിക്കുന്നില്ല, ഒരന്വേഷണമില്ല, ഒന്നുമില്ല. പക്ഷേ നിങ്ങളത് പോയി 4 പേരോട് പറഞ്ഞെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നിങ്ങളോട് ഈ പറഞ്ഞ വ്യക്തി അവന് കിട്ടുന്ന ശിക്ഷയെക്കാട്ടിലും കൂടുതൽ എഫക്റ്റ് ഉള്ളതായിരിക്കും ദൈവമായ കർത്താവിൽ നിന്ന് ഈ പറഞ്ഞ് നടക്കുന്നവർക്ക് വരുന്നത്. കാരണം ആ വ്യക്തി ഒരാളോടെ പറഞ്ഞുള്ളൂ, അവന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലായിരുന്നു. എന്നാൽ മറ്റുള്ളവരോട് പലരോട് പറഞ്ഞപ്പോൾ അവര് ചില കാര്യങ്ങൾ പ്രവർത്തിച്ചു. അത് ആ പുരോഹിതന്റെ സത്പേരിന് കളങ്കമുണ്ടാക്കി, ആ പുരോഹിതന് മാനസിക വിഷമമുണ്ടാക്കി. അപ്പോൾ ആ അച്ഛൻ ചെന്നിട്ട് ദൈവമായ കർത്താവിന്റെ മുമ്പിൽ പോയി കൈ വിരിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? എഫക്റ്റ് എങ്ങനെയിരിക്കും? ആദ്യം പറഞ്ഞവൻ ഒരു ചെവി പറഞ്ഞതേ ഉള്ളൂ, ഞാനിങ്ങനെ കേട്ടായിരുന്നു കേട്ടോ. പക്ഷെ രണ്ടാമത് പറഞ്ഞു നടക്കുന്നവരോ, പലരിടത്തിലേക്ക് പറയുന്നവരോ എന്ത് സംഭവിക്കും? അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ നമ്മൾ പറയുമ്പോൾ കണ്ണുകൊണ്ടന്മാര് ആനയെ കാണാൻ പോയതുപോലിരിക്കും. ഒരുത്തന് ആനയുടെ കാലല്ല ഉപയോഗിച്ചത്, അവൻ പറഞ്ഞു ആന വലിയൊരു തൂണാണ് എന്ന് പറഞ്ഞു. വലിയൊരു സിമെന്റ് തൂണ് പോലെ ആനയിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരുത്തൻ പോയി അതിന്റെ വാലയെ പിടിച്ച് പറഞ്ഞു ആന ഇത്രയുള്ള ഒരു സാധനം പോലെ ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ 10 പേര് 10 കണ്ണുകൊണ്ടന്മാരും ആനയെ പിടിച്ചപ്പോൾ ആനയെ തൊട്ട് നോക്കിയിട്ട് അവർ ഉത്തരം ആനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആനയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യം പറയും. ഇങ്ങനെയാണ് പല ദൂഷണങ്ങളും പല ഏഷണികൾക്കും സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുക. നീതിയും ന്യായവും നടത്തുക. നിരപരാധന്റെ രക്തം വീഴുന്നതിന് ഇടയാകരുത്. കണ്ണുനീർ തുള്ളി അത് രക്തം വിയർപ്പായി കണ്ണുനീർ തുള്ളിയായി ദൈവസന്നിധിയിൽ വീണാൽ, സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ദൈവം ചോദിക്കും, തമ്പുരാനത് ചോദിക്കും. കാരണം നിരപരാധന്റെ, നിസ്സഹായന്റെ, ആരും സഹായിക്കാനില്ലാത്തവന്റെ നിലവിളിക്ക് ദൈവസന്നിധിയിൽ അത് വിലയുണ്ട്. ദൈവസന്നിധിയിൽ അത് ദൈവമായ കർത്താവ് ഒരു യുദ്ധവീരന്റെ ഗാംഭീര്യത്തോടെ, ധാർഷ്ട്യത്തോടെ വാളുമേന്തി നമുക്കെതിരെ വന്നു നിന്നാൽ അത് നമുക്ക് ആർക്കും താങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് നീതിയും ന്യായവും നിർവഹിക്കുക. കൊള്ളയടിക്കപ്പെട്ടവരെ അക്രമികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്, നമ്മുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ പടുത്തുയർത്താനുള്ള ജോലിയാണെന്ന് സ്നേഹമുള്ളവരെ തിരിച്ചറിയുക. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം. ജെറമ്യാ 24:6. ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും, ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അവരെ പണി ഉയർത്തും, നശിപ്പിക്കുകയില്ല. ഞാൻ അവരെ പിഴുത് കളയുകയില്ല. സ്നേഹമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുകയും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾക്കനുസരിച്ച് ദൈവം നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിത്തീരും? ഈ ലോകത്ത് ജീവിക്കാൻ പോലും നമുക്ക് പറ്റുമോ? സിവിൽ ലോ അനുസരിച്ചൊക്കെ കോടതികളിൽ ഒരുത്തൻ ചെയ്യുന്ന പ്രവർത്തി
ശിക്ഷ വിധിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് അനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന തിന്മകൾക്കനുസരിച്ച് ദൈവം നമ്മളെ, കൊള്ളരുതായ്മകൾക്കനുസരിച്ച് ദൈവം നമ്മളെ ശിക്ഷിച്ച സ്നേഹമുള്ളവരെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ദൈവം എത്ര കരുണയോടുകൂടെയാണ് നമ്മളെ ഓരോരുത്തരെയും എഴുതുന്നത്. വീണ്ടും നമ്മൾ നന്നാകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെയാണ്. ആ പ്രതീക്ഷയുള്ളതുകൊണ്ടാ ദൈവം വീണ്ടും വീണ്ടും നമ്മളോട് കരുണ കാണിക്കുന്നത്. അല്ലാതെ ദൈവത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടോ, ദൈവം നമ്മുടെ മേൽ കൃപ വർഷിക്കാതെ, ദൈവത്തിന് ചാട്ടവാറെടുക്കാൻ അറിയാമല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. മറിച്ച് നമ്മളെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. കാരണം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവമായ കർത്താവിന്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് സ്നേഹമുള്ളവരെ തിരിച്ചറിയണം. എന്റെയും നിങ്ങളുടെയും തിരിച്ചുവരവിന് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ദേവാലയത്തിലേക്ക് വരാൻ, എന്റെയും നിങ്ങളുടെയും സങ്കടങ്ങളും വേദനകളും ദിവ്യകാരന്റെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള ആർജവത്വവും വിശ്വാസത്തിന്റെ ബോധ്യവും ഉണ്ടാകുന്നെടുത്ത നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതമാണെന്നത്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം വളരണമെങ്കിൽ ആ വിശ്വാസം ജീവിക്കാൻ, അനുഭവമാക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളിലേക്ക് ഈ വിശ്വാസം പകരാനും പറ്റണം. ആധുനിക സമൂഹത്തിന്റെ ഒരു വെല്ലുവിളിയും ഏറ്റവും പരാജയപ്പെടുന്ന ഒരു മേഖലയുമായത് ഇന്നത്തെ തലമുറയെ വിശ്വാസം പഠിപ്പിക്കാൻ, വിശ്വാസം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് ജീവിതത്തിന്റെ വെല്ലുവിളിയാണ്. വിശ്വാസം അനുഭവമായാലേ, വിശ്വാസം ജീവിക്കാൻ പറ്റിയാലേ ആ ജീവിക്കുന്ന അനുഭവമായ വിശ്വാസത്തെ ഈശോയെ മറ്റുള്ളവർക്ക് പകരാൻ പറ്റൂ, പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഇന്ന് ജനത്തിന് ഇഷ്ടം വലിയ അടിപൊളി കാര്യങ്ങളൊക്കെയാണ്. വലിയ ഇവന്റുകളും വലിയ ആഘോഷങ്ങളും ഒക്കെയാണ്. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള ദൈവസ്നേഹത്തെ കുറിച്ചും ദൈവാരാധനയെ കുറിച്ചും ആരെങ്കിലും പറഞ്ഞാൽ അവരെല്ലാവരെയും കുറ്റം വിധിക്കുകയും കല്ലെറിയുകയും ചെയ്യുന്ന ഒരു കാലത്താണ് സ്നേഹമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയണം. സഭാധീശന്മാരെ പോലും അവരിവരെന്നൊക്കെ വിളിക്കുന്നവരുടെ ലോകത്ത് ഇന്ന് നമ്മൾ ജീവിക്കുകയാണ്. അങ്ങേര് അവരിവരൊക്കെ യാതൊരു വിധത്തിലുള്ള ബോധ്യങ്ങളും ഇല്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ വഴിപാട് തന്നെ വരന്തരാമെന്നുള്ള ചിന്തയോടുകൂടെ മാത്രം ദേവാലയത്തിലേക്ക് പോകുന്ന കേവലം ഞായറാഴ്ച ക്രിസ്ത്യാനികളായി നമ്മൾ മാറുന്നുവെങ്കിൽ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. ദൈവമായ കർത്താവിന്റെ കരം വിട്ട് നമ്മുടെ വഴിക്ക് നടന്നു തുടങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങളെ നിർബന്ധം പിടിക്കണം ദേവാലയത്തിലേക്ക് വരാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം പകർന്നു കൊടുത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് പിടിച്ചിരുത്തണം. വൈകുന്നേരം ജപമാല പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, വചനം വായിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വളർന്നു വരുമ്പോൾ അവരുടെ വളർച്ചയ്ക്കനുസൃതമായി അവർ ഏത് വഴിക്ക് പോകുന്നു എന്ന് അന്വേഷിക്കാനുള്ള കടമ ഓരോ മാതാപിതാക്കൾക്കുമുണ്ട്. അവരെന്ത് കാണുന്നുവെന്നും എന്ത് വായിക്കുന്നുവെന്നും എന്ത് പ്രവർത്തിക്കുന്നുവെന്നും എന്ത് പറയുന്നുവെന്നുമുള്ള ഒരു ജാഗരൂകത സ്നേഹമുള്ള മാതാപിതാക്കളെ നമുക്കില്ലായെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഞെട്ടിപ്പിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും, ഞെട്ടിപ്പിക്കുന്ന പല വേദനിക്കുന്ന കഥകളും, ഒത്തിരി കഥകളല്ല, ജീവിതാനുഭവങ്ങളും മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കാനായി നമുക്ക് സാധിക്കണം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 24-ന്റെ 7, 24-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം
ഞാനാണ് കർത്താവെന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും. ദൈവം ഇത് ആഗ്രഹിക്കുകയാണ്. തിരിച്ചു വന്ന് എന്നെ ആരാധിക്കാൻ, തിരിച്ചു വന്ന് എനിക്ക് നന്ദി പറയാൻ, തിരിച്ചു വന്ന് എന്റെ തിരുമുമ്പിലിരിക്കാൻ. അല്പസമയം ഈ ലോകത്തിന്റെ വ്യഗ്രതകളൊക്കെ വെടിഞ്ഞ്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ടെൻഷനുകളൊക്കെ മറന്ന് ഈശോയുടെ മുമ്പിൽ പോയി ശാന്തമായിരിക്കാൻ നിനക്ക് സാധിക്കുമോ? ഈശോയുടെ മുമ്പിൽ പോയി ശാന്തമായിരിക്കാൻ നിനക്ക് പറ്റുമോ? അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതം മാറി മറിയുന്നത് നിനക്ക് കാണാൻ പറ്റും. ഭർത്താവും ഭാര്യയും തമ്മിൽ വിശ്വാസത്തിന്റെ മേഖലയിൽ പ്രശ്നമുണ്ടായി. ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല. പല പ്രശ്നങ്ങളാണ്. രണ്ടും വഴിക്കാണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര വർഷമായി ഉപസാരിച്ചത്? ഓ, ഒരു 10 വർഷമൊക്കെ ആയിട്ട്. കുഴപ്പമില്ല. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. 10 വർഷമായിട്ട് ഉപസാരിച്ചത്. ഞാൻ ചോദിച്ചു, വീട്ടിൽ ജപമാല പ്രാർത്ഥിച്ചു, കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ എണ്ണി നോക്കി. ഞാൻ ചോദിച്ചു, എണ്ണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് 1 മാസം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്നേ വരെ ജപമാല പ്രാർത്ഥിച്ചില്ല. മക്കളും ഉണ്ടായി, പക്ഷെ വീട്ടിൽ പ്രാർത്ഥനയില്ല. അവസാനം വന്നപ്പോൾ എന്ത് ചെയ്യും? അപ്പനും അമ്മയും രണ്ട് വഴിക്ക് വിവാഹമോചനത്തിന്റെ ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഈ 4 അവസ്ഥ എന്താകും? ദൈവം നൽകിയ മക്കളെ ദൈവേഷ്ടപ്രകാരം വളർത്താമെന്നൊക്കെ പറഞ്ഞ് വാക്കുകൊടുത്ത് ബൈബിള് തൊട്ട് ഇന്ന് മുതൽ മരണം വരെ സമ്പത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് തിരുവചനം സാക്ഷിയാക്കി ബൈബിളെ തൊട്ട് തമ്പുരാന് വാക്ക് കൊടുത്തിട്ട് കുടുംബജീവിതം ആരംഭിച്ചപ്പോ ജീവിതത്തിന്റെ പാതി വഴിയായിട്ടില്ല. ജീവിതത്തിന്റെ പാതി വഴിക്ക് മുമ്പ് തന്നെ 2 വഴിക്കും മക്കളെ 4 വഴിക്കും നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുവെങ്കിൽ ആ കുടുംബത്തിൽ ദൈവസാന്നിധ്യം എന്നേ ഇറങ്ങിപ്പോയി എന്നുള്ളത് ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കേണ്ട കാര്യമാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യമേ ഒന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞു. ജീവിതത്തെ മുഴുവൻ വിലയിരുത്തി ഒന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞു. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് തമ്പുരാന്റെ മുമ്പിൽ ജീവിതത്തിന്റെ പാകപ്പിഴകളെല്ലാം തുറന്നു വയ്ക്കാൻ പറഞ്ഞു. മണിക്കൂറുകളെടുത്ത് കുമ്പസാരിച്ചു, ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ബൈബിൾ വായിക്കാൻ വേണ്ടി കുറച്ച് വചനഭാഗങ്ങൾ കൊടുത്തു. അതൊക്കെ ഒന്ന് വായിച്ചു. വീണ്ടും ഇപ്പോഴെന്തോ മനസ്സിനൊരു സന്തോഷമുണ്ട്. ഭാര്യ പറഞ്ഞു, വീണ്ടും 10-15 വർഷത്തിന് ശേഷം എന്റെ ഭർത്താവ് എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച. ഭയങ്കര അത്ഭുതമല്ലേ? എന്റെ ഭർത്താവ് എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നീയോ? ഞാൻ ഇച്ചിരി വെയിറ്റ് ചെയ്യാം. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുമ്പസാരം കഴിഞ്ഞു, പ്രാർത്ഥിച്ചു, വചനം വായിച്ചു, കൗൺസിലിംഗ് മണിക്കൂറുകളെല്ലാം കൂടി. എന്നിട്ട് ഭർത്താവിനൊരു മാറ്റം വന്ന് അവൻ ചിരിച്ചു കാണിച്ചപ്പോ ഭാര്യ പറയുക, ഞാൻ വെയിറ്റ് ചെയ്യാച്ച. എന്താ ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസം എവിടെ പോയി? ഈ വിശ്വാസവും ബോധ്യമൊക്കെ എവിടെ പോയി? ഞാൻ പറഞ്ഞു, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. നീ നിന്റെ ജീവിതത്തെ ഒന്നുകൂടെ വിലയിരുത്തിയിട്ട് നിന്റെ കുമ്പസാരം പൂർണ്ണമായിട്ടില്ല. വീണ്ടും ഒന്നുകൂടെ വിലയിരുത്തി കുമ്പസാരിക്കാൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഈ ഭർത്താവ് പറഞ്ഞു, ഞാൻ വളരെ പാടുപെട്ടിട്ടാണ് ഇവരുടെ പ്രതികരണം എന്തായിത്തീരുമെന്ന് എനിക്കറിയാമല്ലാതെയാണ് ഞാനൊന്ന് ചിരിച്ചത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് ചിരിച്ചതച്ചാ. പക്ഷെ വെട്ടുപോത്ത് പോലെ പോയി. എന്നാലും കുഴപ്പമില്ല. ആണുങ്ങളുടെ കോളമൊക്കെ കാണി പറയുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇത്രയും കാലമൊക്കെ ഞാൻ പറഞ്ഞ തെളിയിച്ചു നോക്കി കഴിഞ്ഞാൽ അവൾ അത്രയല്ലേ ചെയ്യുള്ളൂ എന്നൊരു ചിന്ത. എന്നാൽ ഭാര്യയുടെ അവസ്ഥ ആലോചിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, എങ്ങനെയുണ്ട്? ഞാനൊന്ന് ചിരിച്ച് കാണിച്ചേ ഉള്ളൂ.
നിങ്ങൾ രണ്ടുപേരും ചിരിച്ചപ്പോൾ, നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തൊരു പുഞ്ചിരി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സന്തോഷിച്ചത് ആരാ? 4 മക്കളാണ്. അത് കൃത്യമായിട്ട് ആ മക്കളുടെ മുഖത്ത്, അവരുടെ മുഖത്ത് അത് കണ്ടെത്താൻ പറ്റി. അപ്പോ മക്കൾ വന്നിട്ട് പറഞ്ഞു, ഈ അപ്പനെ അമ്മയെ കുറിച്ച് എന്നോട് വന്ന് കൃത്യമായി ലൈവ് ടെലികാസ്റ്റ് നടത്തിയത് വേറെ ആരുമല്ല, ഈ മക്കളാണ്. അപ്പനോ ഞാൻ അറിഞ്ഞിട്ട് പോയില്ല. അപ്പനെ അമ്മയെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞത് മക്കളാ. സ്നേഹമുള്ളവരെ, ആ കുടുംബം ഇന്ന് സന്തോഷമുള്ളൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും വൈകുന്നേരം ജപമാല പ്രാർത്ഥിക്കാൻ അവർ കടന്നുറങ്ങുകയില്ല. വൈകുന്നേരം അവർ ജപമാല പ്രാർത്ഥിച്ച് അവർ കടന്നുറങ്ങുകയുള്ളൂ. എവിടെ പോയാലും മക്കൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ അപ്പനും അമ്മയും വന്ന് അവരെ ഈശോയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി പ്രാർത്ഥിച്ച് അവരുടെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചിട്ട് അവരെ പറഞ്ഞുകൊടുക്കും. നോക്കി, കുടുംബത്തിന്റെ ആ ഒരു രീതി തന്നെ മാറിപ്പോ. നോക്കി, കുമ്പസാരിച്ചിട്ട് വർഷം കുറയും, പ്രാർത്ഥന ചെയ്തിട്ട് വർഷം കുറയും. പക്ഷെ ഞായറാഴ്ച പള്ളി വരും. പക്ഷെ അതെന്തിനാണെന്നറിയോ? കേവലം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. എന്നാൽ സ്നേഹമുള്ള മക്കളെ, നിങ്ങളോട് ഈ വ്യാഴാഴ്ച പറയാൻ ഒറ്റ കാര്യമുള്ളൂ. നമ്മളിത് കാണിക്കാൻ വേണ്ടിയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും ആർക്ക് മനസ്സിലാകും? കർത്താവ് മനസ്സിലാകും. അവൻ പള്ളി ഓക്കെ, പക്ഷേ അവൻ എന്നെ കാണിക്കാൻ പറ്റില്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തിന്റെ ബോധ്യത്തിൽ ഈശോയെ സ്നേഹിക്കാൻ പറ്റുക. സ്നേഹമുള്ളവരെ, ദൈവം കൃത്യമായി ഇടപെടും. ദൈവം കൃത്യമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടും എന്നത് വലിയൊരു അനുഭവമാണ്. ഞാനത് കൃത്യമായിട്ട് നിങ്ങളോട് ഒരു അനുഭവം പറയാം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ, പേഴ്സണലായ ലൈഫിൽ കഴിഞ്ഞ ഈ നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി. അതിനൊരു കാരണമുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാം. നമ്മുടെ ഈശോയുടെ രൂപം അറേഞ്ച് ചെയ്യാൻ പോയ സമയത്ത്, അത് പോയി കാണാനൊക്കെ ആയിട്ട് പോയ സമയത്ത് അവർക്കറിയാം ഇത് ഒരു കാര്യമുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ അനിയന് വേണ്ടി ഒരു ഇച്ചിരി സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി അവരൊരു ആഗ്രഹിച്ചു, പപ്പയെ ആഗ്രഹിച്ചു, ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു. പക്ഷേ ഞങ്ങളുടെ അയൽവക്കക്കാരൻ തന്നെ, നമ്മുടെ ക്രിസ്ത്യാനികളല്ല, അയൽവക്കക്കാരൻ തന്നെ അത് ഇച്ചിരി കൂടെ വെച്ചു. കുവൈറ്റുകാരാണ്, അതുകൊണ്ട് കാശ് കുറച്ചൊന്നും പറഞ്ഞേക്കരുത്, കുട്ടി പറഞ്ഞോളാൻ പറഞ്ഞു. പക്ഷേ അത് മാറിപ്പോകുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ആ പുന്നമട ദേശത്ത് വേറൊരു സ്ഥലം ഇനി കിട്ടാനില്ല. കാരണം എല്ലാവരും ഹോം സ്റ്റേകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ അത് വിട്ടേ, ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് വരും. സ്നേഹമുള്ളവരെ, ഞാൻ അതിശയോക്തിയൊന്നും പറയുന്നതല്ല, ഉള്ള കാര്യം അതുപോലെ പറയുകയാണ്. എൻ്റെ അപ്പൻ മുത്തയില്ലെന്ന് പറയും. ദിവസവും മുത്തയിലൊരു മനുഷ്യനാണ്, ഒത്തിരി മുത്തയിൽ, എണ്ണമില്ലാതെ മുത്തയിലൊരു മനുഷ്യനാണ്. അപ്പം എനിക്ക് മുത്തയില്ലാൻ തുടങ്ങി, മമ്മി ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചെന്നറിയാമോ? 3,60,60,000 രൂപയിൽ കൂടുതൽ ഒരു കാശിന് തരത്തില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ ബ്രോക്കർ ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് വന്ന് പപ്പയോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് ആ സ്ഥലം തരാം. സ്നേഹമുള്ളവരെ, എൻ്റെ അനിയനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സ്ഥലം അളക്കുമ്പോൾ, ആ സ്ഥലം അളന്നു തിരിക്കുമ്പോൾ ചേട്ടായിയുടെ കാല് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതിനുകളിൽ ഇടുന്ന സമയത്ത് ചേട്ടായി ആ കല്ലേലോ തൊട്ടേക്കണം. ഇനി അവൻ പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥലം ആധാരം എഴുതി മതിൽ കെട്ടിത്തിരിക്കുന്ന സമയത്ത് ചേട്ടായി പോയി ആ സ്ഥലം കൊണ്ട് വ്യഞ്ചരിച്ചേക്കണം. കാരണം ദൈവം കൊണ്ട് തന്ന സ്ഥലമാണ്, അതിന് കാരണം ചേട്ടായിയാണ്. ഞാൻ പറഞ്ഞു, ഞാനൊന്നുമല്ല, കർത്താവ് അത് തന്നോളൂ. ദൈവസന്നിധി താഴ്മയോടുകൂടെ നിൽക്കുക, തക്ക സമയത്ത് നിന്നെ ഞാൻ ഉയർത്തും. അതിന് നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. ദൈവസന്നിധി താഴ്മയോടുകൂടെ നിൽക്കുക, തക്ക സമയത്ത് നിന്നെ ഞാൻ ഉയർത്തും. ആ സ്ഥലം അളക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു 5.25 സെന്റിന് സ്ഥലം കൊണ്ട് കിടപ്പുണ്ട്. ഒരു ചെറിയ പണി തീർന്നിട്ടില്ല, ഒരു പെരയും കൂടെ കിടപ്പുണ്ട്. ആ സ്ഥലത്തിൻ്റെ ബ്രോക്കർ എന്ന് പറഞ്ഞു,
അത് അതുകൂടെ അങ്ങ് കൈ കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് പറയാതെ കൈ കൊടുക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, അത് വേറൊരു രീതി, അല്ലെങ്കിൽ വേറൊരു രീതി ഞങ്ങൾക്കല്ല, തൊട്ടടുത്ത് നമ്മുടെ ഒരു ബന്ധുക്കാരൻ മേടിക്കും. ഭാവിയിൽ അത് നമുക്കായി തിരിച്ചു വരികയും ചെയ്യും. കാരണം ദൈവം ആഗ്രഹിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് അത് ദൈവത്തിന്റെ ആഗ്രഹമായി മാറിയ, ഈശോയുടെ ആഗ്രഹമായി മാറിയ, ഇഷ്ടമായി മാറിയ ദൈവസന്നിധിയിൽ നമ്മുടെ യാചനകൾക്ക് അർത്ഥമുണ്ടാകും എന്നതിന് പറഞ്ഞതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ദൈവം ഒരിക്കലും എതിര് നിൽക്കുകയില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം ഒരു ലെവലേഷൻ കുറവില്ലാതെ 100% ദൈവം എനിക്ക് തരുന്ന വിശ്വാസം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ 100% ഉറപ്പാണ് അത് കിട്ടിയിരിക്കുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം കർത്താവിന്റെ അനുഗ്രഹത്തിന് തരാതിരിക്കാൻ കർത്താവിന് സാധിക്കുകയില്ല. തൻ്റെ മക്കൾ കണ്ണുനീരോടെ നിലവിളിക്കുമ്പോൾ ദൈവമായ കർത്താവിന് അത് തരാതിരിക്കാൻ പറ്റില്ല. കാരണം നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നു, നിന്റെ വേദനകളും നൊമ്പരങ്ങളും ഞാൻ കേൾക്കുന്നു, ഞാൻ നിന്നെ ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആകാശത്തിലെ പക്ഷികളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, ഒഴിയുന്നില്ല, റബ്ബുകളിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. മരണത്തിന്റെ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും അവിടുത്തെ ചെങ്കോലും അവിടുത്തെ വടിയും എന്നെ കാത്തു സംരക്ഷിക്കും. സ്നേഹമുള്ളവരെ, തമ്പുരാന്റെ മുമ്പിൽ എളിമയോടുകൂടെ ജീവിതത്തെ സമർപ്പിക്കാൻ, ജീവിതത്തെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ഈശോയുടെ മുമ്പിൽ എളിമയോടുകൂടെ നമുക്ക് സമർപ്പിച്ച് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. ഈശോയോട് പറയാം, കർത്താവേ, അങ്ങ് ഞങ്ങളെ പരിധികളില്ലാതെ, അങ്ങ് ഞങ്ങളെ കണ്ടീഷനില്ലാതെ അങ്ങ് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പുറകെയാണ് ഞങ്ങൾ നടക്കുന്നത്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പുറകെയാണ് ഞങ്ങൾ നടക്കുന്നത്. പലപ്പോഴും ഞങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കാതെ പോകുമ്പോൾ അങ്ങയെ വിട്ട് ഞങ്ങൾ ഓടിപ്പോകാറുണ്ട്. സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ. മുന്തിരിച്ചെടിയും ശാഖകളും അതിന് മുമ്പിൽ പറയുന്നുണ്ട്, തായ്തടിയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ഈശോയെ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ എന്നെ അനുഗ്രഹിക്കണേ, അനുവദിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുള്ള ദൈവവിശ്വാസത്തിൽ നിറയുന്ന കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച് ഈശോ വസിക്കും കുടുംബം, ഈശോ നാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ മണിയും കുടുംബം, ഈശോ വസിക്കും കുടുംബം, ഈശോ നാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം, സ്നേഹം ഭരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം, സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം, സ്നേഹം
ഈശോ നാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. ഞങ്ങളെ ആഴമായി ഒത്തിരി സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് അങ്ങയെ സ്നേഹിക്കാൻ, ആഴമായി സ്നേഹിക്കാൻ പലപ്പോഴും സാധിക്കാതെ പോയിട്ടുണ്ട്. സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാൻ ഒരിക്കലും ധൂർത്തപുത്രനെ പോലെ, ഉദാരിമൈതനെ പോലെ അങ്ങയെ അകലാതെ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അകന്നു പോയിട്ടുണ്ടെങ്കിൽ ധൂർത്തപുത്രനെ പോലെ ഈശോയെ അങ്ങയുടെ അടുക്കിലേക്ക് തിരിച്ചു വരാൻ, പത്തിരട്ടി സ്നേഹത്തോടെ തിരിച്ചു വന്ന അങ്ങയുടെ കൃപയും കരുണയും അനുഭവിച്ചറിയാൻ എന്നെ ഈശോ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പത്തിരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാം, വീണ്ടും എന്നെ വഹിക്കണേ വിരിച്ച ചിറകുകളിൽ, കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ, കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ജീവിതത്തെ എളിമയോടെ സമർപ്പിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ, എന്നെ അനുഗ്രഹിക്കണേ ഈശോയോട് പ്രാർത്ഥിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച്, ഈശോ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ച് നന്ദി നിറഞ്ഞ മനസ്സോടെ അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കാൻ ഞങ്ങളെ ഈശോ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ ആ മനുഷ്യനെ പോലെ ഈശോയെ അങ്ങയുടെ അടുക്കലേക്ക് തിരിച്ചു വരാൻ, ജീവിതം മുഴുവൻ നന്ദിയായി സമർപ്പിക്കാൻ അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ച് തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് നമുക്ക് ഈശോയോട് പറയാം. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? തിരിച്ച് ഈശോയ്ക്ക് നന്ദി പറയാനും ഈശോയെ സ്തുതിക്കാനും ആകാതെ നമുക്ക് വേറെ എന്ത് സാധിക്കും? നമുക്ക് ഈശോയെ അല്പസമയം ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് ആരാധിക്കാൻ ഈശോ നമുക്ക് നൽകുന്ന വിടുതൽ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എല്ലാ ബന്ധനങ്ങളും, എല്ലാ കെട്ടുകളും, എല്ലാ തടസ്സങ്ങളും ഈശോയുടെ നാമത്തിൽ കഴിയപ്പെടട്ടെ. രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ പൗരോഹിത്യത്തിലൂടെ ഈശോയെ നീ നൽകിയ വലിയ അധികാരം ഉപയോഗിച്ച് വിശുദ്ധ പുരുഷന്റെ അടയാളത്തിൽ ഈ മക്കളെ ആരാധനയിൽ പങ്കുകൊള്ളുന്ന മക്കളെ, അങ്ങേ ആരാധിക്കുന്ന, അങ്ങേ സ്തുതിക്കുന്ന ഈ മക്കളെ ആശീർവദിച്ച് വിശുദ്ധ പുരുഷന്റെ അടയാളത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. എല്ലാ ബന്ധനങ്ങളും, കെട്ടുകളും, തടസ്സങ്ങളും, രോഗപീഠകളും, മാനസിക ബുദ്ധിമുട്ടുകളും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കർത്താവായ ഈശോയെ, പ്രാർത്ഥനയെ ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഞ്ജലിയെ രഞ്ജുവിനെ സമർപ്പിക്കുന്നു. ഒരു കുഞ്ഞിനെ ദാനമായി നൽകി മക്കളെ അനുഗ്രഹിക്കണം ഈശോയെ. ജോലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിൽ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി അനുഗ്രഹിക്കണം ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പ് ഷൈനി ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്ന ഈശോ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാളുവിനെയും ക്യാതറിനെയും അന്നെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കണേ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാറാ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി തിരിച്ചൊറയ കഴുകി വിശുദ്ധീകരിച്ച് സൗഖ്യത്തിന്റെ വലിയ അനുഭവം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തക്കല രൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ പിതാവിനെയും വൈദികരെയും സന്യസ്തരെയും ദൈവജനത്തെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപ വർഷിക്കണേ രൂപതയിലേക്ക്. ബിബിനെയും സുഖിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഒരു കുഞ്ഞിനെ ദാനമായി നൽകി ആ മക്കളെ അനുഗ്രഹിക്കണേ. അവരുടെ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും ഉത്തരം നൽകി അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയും ഒരുമയും ഒറ്റ കൃപയിൽ ദൈവ സമൂഹമായി ഒരുമയുള്ള ദൈവാരാധനയുടെ സമൂഹമായി ഞങ്ങളുടെ ഈ ഇടവകയെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതാന്തസ് നല്ല ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ ജീവിത മേഖലയിൽ വഴി തവറാതെ ജീവിത മേഖലയിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സുഖങ്ങൾക്കോ അടിമകളാകാതെ ഈശോയെ അങ്ങേ സ്നേഹിക്കുന്ന അങ്ങേ വിശ്വാസം അർപ്പിക്കുന്ന ദൈവ സ്നേഹമുള്ള മക്കളായി ഞങ്ങളുടെ യുവജനങ്ങളെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ദൈവവിളി നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ മാസം ദൈവവിളിയുടെ മാസമായി ഞങ്ങൾ ആചരിക്കുകയാണല്ലോ. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വൈദിക സന്യാസ അന്തസ്സിലേക്ക് ദൈവവിളി നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ. ഒരു അച്ഛനാകാനോ ഒരു സിസ്റ്ററാകാനോ അങ്ങ് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ഈശോ ആ വിളി നൽകി ആ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈശോയെ അങ്ങയുടെ വിളവയിൽ ശുശ്രൂഷ ചെയ്യാൻ, അങ്ങയുടെ വചനം പ്രഘോഷിക്കാൻ, അങ്ങയുടെ സൗഖ്യത്തിന്റെ സംവാദകരായ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ധാരാളം ദൈവവിളി നൽകി ഞങ്ങളുടെ ഇടവകയെ സമ്പന്നമാക്കി അനുഗ്രഹിക്കണേ. ഈ ഇടവകയിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ച എല്ലാ വൈദികരെയും സന്യസ്തരെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലി മേഖലകളെ, ദൈവ വചനത്തിന്റെ ശുശ്രൂഷ മേഖലകളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ. ആ മക്കളെ നിറയ്ക്കണേ, പ്രവർത്തിക്കണേ, ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണേ. നിന്റെ വചനത്തിന്റെ വലിയ ശുശ്രൂഷകരാക്കി അവരെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. Mani
விடுதலை செய்தே பாவத்தின் கரைகளிலிருந்து மனிதரை விடுதலை செய்தே. ஆண்டவரே வாழ்த்துங்கள், ஆண்டவரே வாழ்த்துங்கள், ஆண்டவரையும் மனிதருமா மெசியாவை வாழ்த்துங்கள், மெசியாவின் புனிதமா திருப்பெயரை வாழ்த்துங்கள், இறையன்பின் நூறாகும் திருநிலையம் வாழ்த்துங்கள், பீடத்தில் வாழ்ந்திடும் மெசியாவை வாழ்த்துங்கள், மீட்பரா மெசியாவின் திருரத்தம் வாழ்த்துங்கள், வருகிறவாறு சிந்தும் ஆவின் கடவுளை வாழ்த்துங்கள், ஆண்டவரின் தாயாகும் கன்னி மரியை வாழ்த்துங்கள், மரியாவின் தூயதாம் பிறப்பதனை வாழ்த்துங்கள், விண்ணேற்பு மாதாவின் திருப்பெயரை வாழ்த்துங்கள், தூயவளாம் கன்னியரின் வல்லவரை வாழ்த்துங்கள், புனிதரிலும் தூதரிலும் ஆண்டவரை வாழ்த்துங்கள், ஆண்டவரை வாழ்த்துங்கள், ஆண்டவரை வாழ்த்துங்கள், ஆண்டவரும் மனிதருமா மெசியாவை வாழ்த்துங்கள், மெசியாவை வாழ்த்துங்கள், மெசியாவை வாழ்த்துங்கள். പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. ആരാധന